നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും അതുപോലെ എൻ്റെ എനർജിയെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. കാരണം നിങ്ങളിലേക്കൊരു ബാഡ് കർമ്മ നിങ്ങൾ കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ എല്ലാം ഒരു വിശ്വാസമാണ്, നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നതെന്ന് മനസ്സിലാക്കുക. ഇതൊരു ഗൈഡൻസ് ആയിട്ട് തന്നെ എടുക്കണം. ഡിവൈൻ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നു മുതൽ മുന്നോട്ടേക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കണം എന്നതിനൊക്കെ ഉള്ള ഒരു ഗൈഡൻസ് ആണ് ടാറോ റീഡിങ്സ്. ഒരു മൈൻഡ് റീഡിംഗ് ആണ്. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ സോൾ എനർജീനെയാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ സോളിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോന്നും നമുക്കിവിടെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങളറിയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ചും കഴിഞ്ഞുപോയ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം വ്യക്തവും കൃത്യവുമായിട്ട് അറിയാവുന്ന ഒരു എനർജിയാണ് നമ്മുടെ ഉള്ളിലുള്ള സോൾ എനർജി എന്ന് പറയുന്നത്. അതൊരു ദൈവീകമാകുന്ന ഒരു എനർജിയാണ്. ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു റീഡിങ്സുകളാണ് ടാറോ റീഡിങ്സുകൾ എന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ നിങ്ങളതിനെ കാണാൻ ശ്രമിക്കുക. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മൾ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതിൽ ഓരോന്നും നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, രണ്ടും സാമ്പത്തിക ഭദ്രതയ്ക്കും നെഗറ്റീവ് എനർജികളെ മാറ്റാനും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള 2 അഫർമേഷൻസുകളാണ്. അത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിൽ വന്നിരിക്കുന്നത് മാർച്ച് മാസം വന്നിട്ടുണ്ട്, ഡിസംബർ മാസക്കാർ വന്നിട്ടുണ്ട്, മെയ് മാസക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് എല്ലാം റെസനേറ്റ് ആകും. നമുക്കിവിടെ അസ്ട്രോളജിക്കൽ കണക്ഷൻസ് വന്നത് മാത്രമാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിയമപരമായ മേഖലകളിൽ നിൽക്കുന്നവർ, ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഉള്ളവർ, ചിലരൊക്കെ എനിക്ക് തോന്നുന്നു ദൈവികമാകുന്ന ചില കാര്യങ്ങളിൽ, അതായത് ഒരു ട്രഡീഷണൽ റിലീജിയനെ സംബന്ധിച്ചൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ എനർജി സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കുറച്ചൊരു ഏജ് കുറഞ്ഞ ആളുകളുടെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മെച്യൂരിറ്റി കുറഞ്ഞ മാത്രമല്ല, ചെറിയൊരു പ്രായത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്കിവിടെ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇതിലൊക്കെ പട്ടാളത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു എനർജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു കരിയർ പാതയുടെ എനർജി നോക്കുന്നതാട്ടോ. കൂടുതലും നമുക്കൊരു നിയമത്തിൻ്റെ പാതയിലൂടെ പോകുന്ന, നിയമപരമാകുന്ന വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ഇന്നത്തെ റീഡിങ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി ഈ സംസാരിക്കുന്ന അഡ്വക്കേറ്റ് പോലുള്ള വ്യക്തികളൊക്കെ നമ്മൾ പറയില്ല, അവരുടെയൊക്കെ എനർജി ഇതിനകത്ത് ഇന്ന് കണക്റ്റഡ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ട്. ബിസിനസ് എനർജിയിൽ പോകുന്ന വ്യക്തികൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് മറ്റുള്ളവർക്ക് ബിസിനസ്, അതായത് മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, കരിയർ പാതയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഏജൻറ്റുമാരെന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള എനർജികളൊക്കെ ഇതിനകത്ത് ഇന്ന് കണക്റ്റഡ് ആയിട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ഇല്ല എന്ന് ചിന്തിക്കരുത്. നമുക്കിതിനകത്ത് കണക്റ്റഡ് ആകുന്ന ചില എനർജികളാണ് നമ്മൾ പറയുന്നത്. ബാക്കി എല്ലാ എനർജികളും വായനയിലൂടെ കണക്റ്റ് ചെയ്ത് വരും കേട്ടോ.
ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മൂൺ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ. ഒരു വീഴ്ചയുടെ അല്ലെങ്കിൽ ഒരു ഡാർക്ക് എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ വെൽത്ത് എനർജിയിൽ ആരോ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കണ്ട ചില സിറ്റുവേഷൻസിൽ നിന്നും ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാവാം നിങ്ങളത് ചെയ്തത്. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചതി സംഭവിച്ചതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു പൂർണ്ണതയില്ലായ്മ. ചില ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നിരാശ എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്ന, അതായത് ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റിവിറ്റി വന്ന് ചേരാത്തത്, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും എപ്പോഴും നിങ്ങളൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു ഡൗൺ എനർജിയിലൂടെ അല്ലെങ്കിൽ ഒരു നിരാശയിലൂടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സാധിക്കാത്ത വിധമുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ടൈം എനർജിയിലേക്ക് നോക്കുമ്പോഴും ഒരു പോസിറ്റീവും നെഗറ്റീവുമാകുന്ന ഒരു മിക്സഡ് എനർജിയിലൂടെ പോകേണ്ടി വരുന്ന സമയമാണ്. നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് പരിശ്രമിക്കുക എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു വെല്ലുവിളികളെ നിങ്ങൾ നേരിടണം. വളരെയധികം ശക്തമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കൂടാതെ തന്നെ നല്ലൊരു കോൺഫിഡൻസോടു കൂടി, വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി, ആ ഒരു എന്താ പറയുക നിരാശ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് എനർജിയിലേക്ക് വരും. കാരണം മൂൺ എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതൊക്കെ വളരെ പോസിറ്റീവായിരിക്കും കേട്ടോ. കാരണം ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഹീലാവുക എന്നത് മാത്രവുമല്ല, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ നെഗറ്റീവായിട്ടും ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളെ കൂടുതൽ ഉപദേശിക്കുക, കൂടുതൽ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ബൗണ്ടറി ഇട്ട് നിർത്തുന്നത് നല്ലതായിരിക്കും. കാരണം പൂർണ്ണമായും നിങ്ങളെക്കുറിച്ച് അറിഞ്ഞ് വീണ്ടും നിങ്ങളിലേക്ക് ഒരുപാട് നെഗറ്റിവിറ്റി, അവരുടെ ഒരു നെഗറ്റീവ് ഊർജം കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ നെക്സ്റ്റുള്ള ആക്ഷനെക്കുറിച്ചോ ഒന്നും നിങ്ങൾ ആരോടും ഷെയറിങ് ചെയ്യാതിരിക്കുക. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹൈഡിങ് എനർജി, അതായത് നമ്മളുടെ എല്ലാം ജീവിതത്തിലൊരു ഹൈഡിങ് എനർജി എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച്, കാരണം ഇമോഷണലി നിങ്ങൾ എപ്പോഴും ഡൗൺ ആയി പോകുന്നു. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് വീണു പോകുന്നു, വീഴ്ചയിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു എനർജിയാണ്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു കൺട്രോളിങ് വിൽ പവർ എനർജിയിലേക്ക് വരണം. ചലഞ്ചിങ് ഏറ്റെടുക്കണം. നമുക്കിടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് കടന്നു പോകുമ്പോഴാണ് നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു വാല്യൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടാതെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മൾ വിജയിക്കുമെന്ന്. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയം എന്ന എനർജിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലും പാസ്റ്റിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ് എനർജി, അതായത് നീതി ലഭിക്കേണ്ട ചില കാര്യങ്ങൾ നിൽപ്പുണ്ട്. നിങ്ങളൊരു ഗുഡ് ന്യൂസിന്, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്തുനിന്നൊരു പോസിറ്റിവിറ്റി ലഭിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടും ഹാർഡ് വർക്ക് ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നൊരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഒരു ഇന്നർ കോളിംഗ് ലഭിക്കുന്നുണ്ട്. അതായത് ആ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കരിയർ പാതയായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രോബ്ലംസ് ആയിരിക്കാം. എന്താണെങ്കിലും ഒരു ആക്ഷൻ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തൊരു സിറ്റുവേഷൻസ്, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റിംഗ് ചെയ്തിരുന്ന സിറ്റുവേഷൻസ്, ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ളൊരു പ്രോബ്ലംസ് ആയിരിക്കാം. എന്താണെങ്കിലും ആ ഒരു ചലഞ്ചിങ്ങിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. കൂടാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗുഡ് ന്യൂസ് എനർജി, നിങ്ങൾ കാത്തിരുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. വളരെ ശക്തമാകുന്ന ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങളെ വളരെ അധികം
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ, ഞാൻ പറയാറില്ലേ, കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന്, ഒരു വലിയ ഒരു ശത്രുതാഭാവം അല്ലെങ്കിൽ നിങ്ങളോട് വലിയൊരു വൈരാഗ്യത്തോടു കൂടി നിങ്ങളുടെ പിന്നിൽ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. കാരണം അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ്, അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയ ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് പവർ ലോസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഹെൽത്ത് പരമായിട്ടാണെങ്കിലും നിങ്ങളെ അത് വളരെ ശക്തമായിട്ട് ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊന്നും നിങ്ങൾക്ക് യാതൊരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കാം. എപ്പോഴും പ്രോബ്ലംസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് വളരെയധികം പ്രോബ്ലംസുകൾ, ഏറ്റവും വലിയൊരു പ്രശ്നം നിരാശയാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ തോന്നാത്ത വിധമുള്ള ഒരു, നമുക്ക് ഈ പറയും പോലെ തളർച്ച, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു വിരക്തി, നിരാശ, എപ്പോഴും ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി നിൽക്കേണ്ടി വരിക. ഇതെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയുന്ന ചില വ്യക്തികളുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് ഒരു ഡെവിൾ എനർജി നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നും, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജുകൾ വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നും പറയാൻ പാകത്തിനുള്ളൊരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു അദർശ്യ ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി വരരുത്, നിങ്ങൾ പൂർണ്ണമായിട്ടും വീഴ്ചയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും മുക്തി നേടണം. സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചക്ര മെഡിറ്റേഷൻസിലേക്ക് തന്നെ തിരിയണം. കുറച്ച് ടൈം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. നിങ്ങളുടെ മെഡിറ്റേഷൻ പറയുന്ന ആ ഒരു മെഡിറ്റേഷൻ എനർജി നിങ്ങൾ ശരിക്കും ചൂസ് ചെയ്യണം. 5 മിനിറ്റെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചക്രാസുകളെ എല്ലാം ഒന്ന് ആക്റ്റീവ് ആക്കണം. ഓരോ ചക്രാസിലും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കൊടുത്ത് ഒരു 2 മിനിറ്റോ 1 മിനിറ്റോ വെച്ചാണെങ്കിലും നിങ്ങൾ ആ ഒരു 7 ചക്രാസുകളും വർക്കിംഗ് ആക്കി എടുക്കണം. തീർച്ചയായിട്ടും നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചക്രാസുകൾ ആക്റ്റീവ് ആക്കണം. റൂട്ട് ചക്രയുടെ വലിയ ബ്ലോക്കേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും തിരിച്ചു വിടുന്ന, നിങ്ങളിലേക്ക് ഒരു പോസിറ്റിവിറ്റിയും വരാത്ത വിധം നിങ്ങളെ സ്റ്റക്കാക്കുന്ന ഒരു അവസ്ഥയാണത് കാണുന്നത്. നിങ്ങൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എനർജി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളൊരു പുതിയ ക്രിയേറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുക എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിലെ ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസിന് കാരണം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുക ശാപവചനങ്ങൾ പോലും നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി ആയിട്ട് വരും. ചിലപ്പോൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കുണ്ടായ കോൺഫ്ലിക്റ്റും ആവാം, കരിയർ പാതയെ ബേസ് ചെയ്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാവാം. എന്താണെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം പാസ്റ്റിലെ ചില കാര്യങ്ങൾ, പോസിറ്റീവും നെഗറ്റീവുമാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകപ്പെടുന്നു എന്ന് കാണുന്നുണ്ട്. അതിനകത്ത് ഈ നെഗറ്റീവ് എനർജിയെ തീർച്ചയായിട്ടും നിങ്ങൾ ഹീലാക്കണം. മെഡിറ്റേഷൻസും പ്രെയറും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുക. മുന്നോട്ടേക്ക് പൊയ്ക്കോളുക പോസിറ്റീവായിട്ട്. അതായത് നിങ്ങൾ ഓരോ തവണ നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾ ഡൗൺ ആകുന്ന സമയത്ത് ആ ഒരു എനർജീനെ നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാൻ നിങ്ങൾ സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ കാണിച്ചു തരുന്നത്. പ്ലസ് ഇമോഷണൽ ബാലൻസ്, ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത്, ഒരു ഹാപ്പി ഫാമിലി എനർജിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കരിയർ പാതയിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് അത്
അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം ഇപ്പോൾ പോസിറ്റീവാണ്. നിങ്ങൾക്ക് ഗ്രോത്താണ്, ഗുഡ് ലക്ക് എനർജിയാണ്. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട, നിങ്ങളുടെ വിധിയിൽപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പോസിറ്റിവിറ്റിയോട് കൂടി ആക്ഷൻ എടുക്കുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. ദ ഫുൾ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ലൈഫ് ചേഞ്ച് ആവുകയാണ് കേട്ടോ. നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ഡിവൈൻ്റെ ഗൈഡൻസും സപ്പോർട്ടും എല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങളോട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊക്കോളാനാണ് പറയുന്നത്. പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഒരിക്കലും മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾക്ക് വേണ്ടത് മാത്രം കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക. വളരെ സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടു കൂടി നിങ്ങളോട് മുന്നോട്ടേക്ക് പൊയ്ക്കോളുക. കാരണം നിങ്ങളുടെ ഒരു ബാഡ് കർമ്മ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കുറേ നെഗറ്റിവിറ്റികൾ എൻഡ് ആകുന്നു എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. ഫാമിലിപരമാകുന്ന ചില പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരും. അതായത് നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തുവെങ്കിൽ പേരൻസിൻ്റെ എനർജിയിലും കുടുംബപരമാകുന്ന ചില കാര്യങ്ങളിലും നിങ്ങൾ മാറി നിൽക്കേണ്ടി വന്നുവെങ്കിൽ, അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കർമ്മ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു എനർജി അവസാനിച്ചതായിട്ടും എല്ലാവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഡെത്തായി നിന്നത് അവസാനിച്ചു പോയി. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നുമില്ല, മുന്നോട്ടേക്ക് പോകാനായിട്ട് ഒന്നുമില്ല, ഒരു ശൂന്യത നിങ്ങൾ കണ്ടിരുന്ന അടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് കേട്ടോ. ഒരു ന്യൂ ബിഗിനിങ് എനർജി. അത് ഏറ്റവും നല്ലൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എനർജിയോട് കൂടിയാണ്, തിരിച്ചറിവോട് കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വരുന്നത്. അതുപോലെ കുറച്ച് ആളുകളുടെ ജീവിതത്തിൽ ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ അവസാനിച്ചു പോയിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിച്ച ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കുറച്ച് ആളുകളുടെ ലൈഫിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്ന അത് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ. കാരണം നിങ്ങൾക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച പെയിൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കപ്പ് ഓഫ് ലവ് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിങ്ങൾക്ക് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നിലധികം തവണ ആ ഒരു ബന്ധത്തെ കീപ്പ് ചെയ്യാൻ, നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ, ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ റിജക്ഷൻ നേരിട്ടതിൻ്റെ ഫലമായിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇമോഷണൽ പെയിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന, അതായത് അവസാനിച്ച് എൻഡായി പോയ ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ടോക്സിക് ആയിരുന്ന, എന്നാലും നിങ്ങൾ ചേർത്ത് പിടിച്ചിരുന്ന ടോക്സിക് ആയിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, വേദനകൾ മാത്രം നൽകി, അതല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഏറ്റവും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ച ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചമൊന്നുമില്ലായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചമുണ്ടാകാൻ പോകുന്നു. ചിലപ്പോൾ ഈ ഒരു കരിയർ പാത തന്നെ ആയിരിക്കാം കേട്ടോ. ഒരു ജോലിയെ സംബന്ധിച്ചോ അതിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം, സാലറിയെ ബേസ് ചെയ്തൊക്കെ നിങ്ങൾക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെയും, എന്നാൽ നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് മറ്റൊന്നിലേക്ക് നിങ്ങൾ പോകാതെ ആ സിറ്റുവേഷൻസിൽ തന്നെ നിങ്ങൾ നിൽക്കുകയും സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണുകയും ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു സക്സസ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജിയിലേക്ക് എത്താൻ പറ്റുന്നു. വലിയൊരു നേട്ടത്തിലേക്ക്, ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകാൻ പറ്റുന്ന, ചിലപ്പോൾ ഈ ഒരു രീതിയിൽ പറഞ്ഞ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു മധ്യസ്ഥത വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. അത് വ്യക്തിബന്ധങ്ങളിലാവാം, ഫാമിലി എനർജിയിലാവാം. നിങ്ങൾക്ക് രണ്ട് വ്യക്തികളെ കണക്റ്റ് ചെയ്ത ഒരു ലീഗൽ പരമാകുന്ന ഒരു പ്രശ്നത്തിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നതായിട്ട് ഒരു മധ്യസ്ഥത, അതല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റിങ് നടക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനൊരു പൂർണ്ണതയില്ല കേട്ടോ, ഒരു തീരുമാനമാകുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. രണ്ടു വശങ്ങൾക്കും, രണ്ടു വ്യക്തികൾക്കും പൂർണ്ണമായിട്ടും ഒരു ആക്ഷൻ എടുക്കാനോ ഒത്തുതീർപ്പിൽ എത്തിക്കാനോ സാധിക്കാതെ പോകും. ലീഗൽ പരമാകുന്ന ഒരു പ്രശ്നമാണെങ്കിലും ഒരു മധ്യസ്ഥതയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പൂർണ്ണതയില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ എനർജികളിൽ നിന്നും
തേർഡ് സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ചില എനർജികളിൽ നിങ്ങൾക്കിന്ന് സാമ്പത്തികപരമാകുന്ന ചില സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കവും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ലഭിക്കുന്ന എനർജി ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തേർഡ് സിറ്റുവേഷൻസിൻ്റെ അവസാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ എനർജിയുടെ ഒരു സിറ്റുവേഷൻസ് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഹെൽപ്ഫുൾ പീപ്പിൾസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇമോഷണൽ പരമായിട്ട് ഏഞ്ചൽസ് മെസ്സേജാണ്. ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള വ്യക്തികളുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യുക, സഹകരിക്കുക എന്നാണ്. നിങ്ങൾ ആളുകളോട് ഒത്തുചേരുക, ഹാപ്പിനെസ് ആസ്വദിക്കുക, മതിമറന്നൊന്ന് സന്തോഷിക്കുക. എന്നാൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. നോ എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, അത് സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, റിലേഷൻ എനർജി ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് പോസിബിൾ അല്ല, അത് കറക്റ്റ് അല്ല ചെയ്യുന്നതെന്നാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. ബി അസേർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഉറച്ചു നിൽക്കുക എന്നാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനമാറ്റത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു ഹീലിങ്ങിനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഉറച്ച തീരുമാനം എടുക്കുക. നിങ്ങൾ എന്തിലാണോ ഉറച്ചു നിൽക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുക. എ ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നു മുതൽ ഈ വരുന്ന ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എനർജിയുമായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് എങ്കിൽ ഈ വർഷം, ഈ എ ഇയർ ഫ്രം നൗ എന്നാണ് പറയുന്നത്, ഈ വരുന്ന വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീയൂണിയൻ എനർജി ഉണ്ടാവും. മ്യൂച്വൽ അട്രാക്ഷനോട് കൂടി തന്നെ ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരും.